What's happening people, this is Koji Machan and welcome back to another vlog. So yes, നമ്മുടെ അൾട്രാവയലറ്റ് F77 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് തിരക്കുള്ള ഏരിയയിൽ പോയി ഇവിടെ ഒരു തിരക്കുണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വില്ലിംഗ്ടൺ ഐലൻഡ് വാട്ടർ മെട്രോയും കാര്യങ്ങളും. അപ്പോൾ യെസ്, അങ്ങനെ ഗ്ലോസ് ആയിരുന്ന വണ്ടി ഞാൻ ഫുൾ മാറ്റാക്കി. അതുകൂടാണ്ട് നമ്മളിത് സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെൻഡേറ്റ പ്രൊജക്റ്റ് എൻ്റെ എല്ലാ വണ്ടിയുടെയും സീറ്റ് ഇവരാണ് ചെയ്യുന്നത്. അവർ തന്നെ നമ്മുടെ F77 വേണ്ടി കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നേരത്തെ പല കഷ്ണം എന്ന് സത്യം പറഞ്ഞാൽ അത് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ മാറ്റ് ആക്കിയിട്ടാ കണ്ടോ, ഒരു മാറ്റ് ഫിനിഷിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. സോ അതാണ് ഞാൻ ചെയ്തേക്കണ കുറച്ച് കാര്യങ്ങൾ, വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വണ്ടി എടുത്തിട്ട് ചെയ്തത്. അടിഭാഗം ചെയ്തിട്ട് അതുകൊണ്ടാണ് ആ ബ്ലാക്ക് ഭാഗം ഗ്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ യെസ്, വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വൈസ് ആണ് ഞാൻ വീണ് പോയത്. വൈറ്റ് കളറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വൈറ്റ്, പിന്നെ എനിക്ക് തോന്നുന്നു ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വൈറ്റ് അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ഫുൾ ബോഡി PPF ചെയ്തത്. അതായത് ചെളിയാവും, പക്ഷേ എന്നാലും PPF ഉള്ളതുകൊണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കാൻ പറ്റും. മാറ്റ് ഞാൻ ചുമ്മാ ഒരു ട്രയൽ അടിച്ചാണ് എങ്ങനെ ഉണ്ടാവും. ഗ്ലോസ് അല്ലേ ഫുള്ള്, പക്ഷേ ഒരു മാറ്റ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. പക്ഷേ ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ടെയിൽ സെക്ഷൻ ഇതാണ്. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല, നമ്പർ പ്ലേറ്റ് വന്ന ഹോള് മാറിപ്പോയി, അതുകൊണ്ട് അതിന് പുതിയ നമ്പർ പ്ലേറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതാണ് റിയറിലെ ലുക്ക്. അൾട്രാവയലറ്റ് AI ഫീച്ചറൊന്നും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടില്ല. അതിങ്ങനെ ഇത് ബ്ലിങ്ക് ചെയ്യും, ബ്രേക്ക് പിടിക്കുമ്പോൾ പാനിക് ബ്രേക്ക് അലേർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ചെറിയൊരു സാരി കാർഡ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അങ്ങനെ വൃത്തികേടായിട്ട് ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെ ഒന്നുമേ തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ വണ്ടിനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് റീകോൺ എന്ന് പറഞ്ഞ വേർഷനാണ്. 10.3 kWh ബാറ്ററി, ഏകദേശം 323 ആണ് IDC പറയണത്. നമ്മൾ ഗ്ലൈഡ് മോഡ് ഇട്ട് ഓടിച്ചത്, അതായത് 3 മോഡ്സ് ഉണ്ട്: ഗ്ലൈഡ്, കോമ്പാക്റ്റ്, ബലസ്റ്റിക്. അപ്പോൾ ഗ്ലൈഡ് മോഡിലിട്ട് ഓടിച്ചാൽ ഏകദേശം 250+ കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടുന്നതായിരിക്കും. ആൻഡ് ബ്രേക്സ്, ഫ്രണ്ട് ബ്രേക്ക് ഇവിടെയും റിയർ ബ്രേക്ക് പെഡലിലാണ്. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഫ്രണ്ടും ബാക്കും 17 ഇഞ്ച് അലോയ് വീൽസാണ്. 150 സെഷൻ്റെ ടയേഴ്സാണ് ബാക്കിൽ കിടക്കുന്നത്. MRFൻ്റെ ഈ വണ്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ടയേഴ്സ് എന്നാണ് പറയപ്പെട്ടത് ഇറങ്ങിയപ്പോൾ. പക്ഷേ ഇപ്പോൾ അത് പുറത്ത് അവൈലബിൾ ആണ്. ആൻഡ് 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. നമ്മുടെ KTM 390യുടെയൊക്കെ ഏകദേശം അതേ സെറ്റപ്പാണ്. ബ്രേക്ക് സെറ്റപ്പ് നോക്കാൻ പോയാൽ ഡുവൽ ചാനൽ ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, റീജൻ ഉണ്ട്. 3 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ABS ഹിൽ ഹോൾഡ് അസിസ്റ്റിൻ്റെ അകത്ത് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ 10 ലെവൽ ട്രാക്ഷൻ കൺട്രോളും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനത്തെ കുറച്ച്, അതായത് ട്രാക്ഷൻ കൺട്രോളൊക്കെ വെച്ചിട്ട് റിയർ വീൽ ലോക്ക് ആവാണ്ടിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിപാടി ഇതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ബാറ്ററിയാണ്, അതുകൊണ്ട് അതേപോലെ വെയിറ്റ് കൊണ്ട് വണ്ടിക്ക് ഏകദേശം 207 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് തന്നെ. അതൊക്കെ ഞാൻ കയറിയിരിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഗിയർ ബോക്സ് അങ്ങനെ പറയാമെന്നില്ല, ചെയിൻ ഡ്രൈവാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഗിയർ സിസ്റ്റം ഉണ്ട്. കാര്യം ഫസ്റ്റ് സർവീസിന് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഞാൻ ഒരു 100 ml ഓയിൽ അവരെനിക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് ഒരു ഗിയർ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ അകത്തുള്ള ഓയിൽ. ആൻഡ് ചെയിൻ ഡ്രിവൻ ആണ് ചെയിൻ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലൂബും കാര്യമൊക്കെ ചെയ്യുക. ഇതിൻ്റെ ക്രാഷ് ഗാർഡാണ് കേട്ടോ. ഇത് വിങ്സ് ഒന്നുമല്ല, ചെറിയൊരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കണേ. ആൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് സോഫ്റ്റ്, ഇങ്ങോട്ട് ഹാർഡ്. റിയറും നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 41mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് ഇതിന് അവർ കൊടുത്തേക്കണേ. സീറ്റ്സ് ആർ പ്രിറ്റി ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സീറ്റ്സ് നല്ല രസമുണ്ട് സീറ്റ്സ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വണ്ടിയിൽ കയറിയിരിക്കാം. വണ്ടിയുടെ കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് വന്നത് 207 kg ആണ്. സീറ്റ് ഹൈറ്റ് 800 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6". എനിക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ് കേട്ടോ. ഫാസ്റ്റ് ചാർജറാണ്, ഞാൻ ബൂസ്റ്റ് ചാർജറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. നോർമലാണെങ്കിൽ 5 മണിക്കൂറും, പിന്നെ അവരുടെ സൂപ്പർനോവ ചാർജിൽ 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള പൊസിഷനാണ്. ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിളാണ്, ഫുള്ളി ഫെയർഡ്, പക്ഷേ ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ F7 എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ സ്വിച്ചസ്. നമുക്ക് ഹസാർഡ്, പാസ്, ഇവിടെയാണ് നമ്മൾ ഫുൾ കൺട്രോൾ ചെയ്യണത്. ഈ സ്ക്രീൻ മൊത്തം ഹോണ്, നമുക്ക് ഇവിടെയാണ് നമ്മുടെ കിൽ സ്വിച്ചും മോഡ് മാറുന്ന സ്വിച്ചും എല്ലാം ഇവിടെ തന്നെയാണ്. 3 മോഡ്: ഗ്ലൈഡ്, കോമ്പാക്റ്റ്, ബലസ്റ്റിക്. ബ്രേക്ക് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സാണ്. മിറേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ കേട്ടോ, ഇത് ഞെക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് സ്ക്രീന്. ഇതിൻ്റെ അകത്ത് പോയ മൈ F77 നാവിഗേഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എനിക്കൊന്ന് മാപ്പ് മൈ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു.
ഞാനത് ലോഡ് ചെയ്യാറില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആപ്പ് ഭയങ്കര അഡ്വാൻസ് ആണ്. നമ്മൾ എത്ര ബ്രേക്കിംഗ് ചെയ്തു, ഏത് മോഡിൽ എത്ര ദൂരം ഓടിച്ചു, എത്ര നേരം എന്ത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വരെയും ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കാണിക്കും. പിന്നെ സെറ്റിങ്സിൽ പോയാൽ ഡിസ്പ്ലേ സൗണ്ട്, പിന്നെ കൺട്രോൾസിൽ പോയാലാണ് നമുക്ക് പെർഫോമൻസ്, ഹിൽ ഹോൾഡ് ഞാൻ ഓഫാക്കി ഇട്ടേക്കാണ്. പെർഫോമൻസിൽ നമുക്ക് ഡുവൽ ചാനൽ ABS, റീജൻ ബ്രേക്കിംഗ് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത്, ട്രാക്ഷൻ കൺട്രോൾ T1 കിടക്കുന്നത്. ആൻഡ് യെസ്, ഡോക്യുമെൻറ്റ്സ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ബാറ്ററിയുടെ കണ്ടതോട്ട് ഞാൻ 90% ലിമിറ്റ് വെച്ചേക്കണം. 90% വരെയും ചാർജ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. ബാറ്ററി കണ്ടീഷൻ എക്സലൻറ്റിലാണ് കിടക്കുന്നത്. 57% ഇപ്പോൾ ബാറ്ററി ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് എത്ര എഫിഷ്യൻ്റായിട്ട് ഓടിച്ചു എന്നും ഇവിടെ നമുക്ക് റീജനിൻ്റെ എത്ര മോഡ്സിലാണ് കിടക്കണമെന്ന്. റേഞ്ച് ഇപ്പോൾ 114 കാണിക്കണം, 57% ചാർജ്. ബലസ്റ്റിക് മോഡിൽ, ഗ്ലൈഡ് മോഡിൽ 57% ചാർജിൽ 151 കിലോമീറ്റർ ഓടും. ഓഡോമീറ്റർ ഇവിടെ റേഞ്ച് കാണിക്കും, അതായത് ഇതിൻ്റെ സിം ഉണ്ട്, അതിൻ്റെ റേഞ്ച്. ഇപ്പോൾ ഈ റൈഡ് എത്ര കിലോമീറ്റർ ആയെന്നും എത്ര Wh/km നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ കാണിച്ചേക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ സ്റ്റോറേജ് ആയിട്ടൊന്നുമില്ല, സീറ്റിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. ആ ഒരു സ്റ്റോറേജിലാണ് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, നമ്മുടെ ബുക്കും പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് റെഡിയാക്കാം. ഓക്കെ, സോ അതാണ് വണ്ടിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽ. ഒരു ചെറിയൊരു വാക്ക് അറൗണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ് എന്താണ് വണ്ടി എന്നുള്ള കാര്യം. ആൻഡ് യെസ്, തള്ളാനും പിടിക്കാനൊക്കെ റിവേഴ്സ് മോഡൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് റിവേഴ്സ് മോഡിലേക്ക് പോകും. പിന്നെ അതൊന്നും കൂടെ ഞെക്കിയാൽ ഫ്രണ്ടിലോട്ട് പോകും. അത് 5 km/h സ്പീഡ് വരെ പോവുള്ളൂ. ഓക്കെ, പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് ഇത് ഞെക്കിയാൽ അത് ഓഫാവും. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതിലിഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫുഡ് പെഗ് ഭയങ്കര സോഫ്റ്റാണ്. ഇത് ഈ ലോക്കായി നിൽക്കില്ല. നമ്മൾ ഓടിക്കുന്ന സമയത്തേക്ക് ചുമ്മാ ഇങ്ങനെ കാറിങ്ങനെ പോകും, മനസ്സിലായി. അപ്പോൾ അത്ര സോഫ്റ്റായിട്ടാണ്. അവിടെ ലോക്ക് വീണ സെറ്റപ്പിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായനെ എന്നെനിക്ക് തോന്നി. പിന്നെ ഈ സീറ്റ്സ് കുറച്ച് ഹാർഡായിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തു. നമുക്കങ്ങ് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ സീറ്റ്, അത് ഞാനങ്ങ് ചേഞ്ച് ചെയ്തു. ബാക്കി ലുക്ക് വൈസൊക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് വൈസൊക്കെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാല്ലേ. ആദ്യം തന്നെ നിങ്ങൾക്കൊരു 0 to 100 ഞാൻ സെറ്റ് ചെയ്ത് തരാം. റീജൻ 0 ഇല്ല, അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവും. ഒരു ബ്രേക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ശരിക്കും ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അതിൽ കിട്ടണേ. ഇതിൻ്റെ ത്രോട്ടിൽ ഒരു രക്ഷയില്ല. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ 0 to 100 ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻ ബലസ്റ്റിക് മോഡ് 0 to 100 7.7 seconds ആണ്. 0 to 40 060 in 2.3 seconds ആണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 to 100 ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദ ട്രാക്ഷൻ കൺട്രോൾ ഈസ് ഓഫ്. We are in ballistic mode. 3, 2, 1, let's go. Full throttle and it's take off with 100 Nm of torque. Mone. Top speed of 155 and we stop. That is it. It is quick. Too quick. Okay, so അതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ തിരിച്ച് കോമ്പാക്ട് മോഡിലേക്ക് ഇടട്ടെ. റീജൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ റീജൻ പ്ലസും മൈനസും ഈ നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള നമ്മുടെ ആഫ്രിക്ക ടൂണിലൊക്കെ വന്ന ഒരു പ്ലസും മൈനസും കൊടുത്തിരുന്നെങ്കിൽ റണ്ണിങ്ങിൽ നമുക്ക് പ്ലസും മൈനസും ഇതിലാക്കാട്ടോ പെട്ടെന്ന് ആക്കാം നമുക്ക്. പക്ഷേ ആ പ്ലസും മൈനസും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗിയർ ഡൗൺ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണ പോലത്തെ സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ സെയിം സാധനം എനിക്ക് നമ്മുടെ ഗിയർ ലിവറിന്, അതായത് നമ്മുടെ ഗിയർ പെഡലുണ്ടല്ലോ, അവിടെ പ്ലസും മൈനസും അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇത് പ്ലസ് ആൻഡ് മൈനസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനായിട്ട് അതൊരു ഓപ്ഷനായിട്ടെങ്കിലും കൊടുക്കായിരുന്നു അവർക്ക്. നല്ല രസം ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരെണ്ണം ഇതിൽ ചെയ്ത് കിട്ടിയാൽ. സോ അതായിരുന്നു ഇതിൻ്റെ പെർഫോമൻസ്. ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓഫാണ്. ഡുവൽ ചാനൽ ABS വേണേ നമുക്ക് ഓണാക്കി ഡുവൽ ചാനൽ ABS ആണ്. റിയർ എന്ന് വേണമെങ്കിൽ ABS നമുക്ക് വേണേൽ ഓഫ് ചെയ്യാം. ബട്ട് മാൻ ഇതിൻ്റെ ത്രോട്ടിൽ ഭയങ്കര രസമെന്ന് വെച്ചാണ്ടല്ലോ. സാധാരണ ഞാൻ ഓടിച്ച എല്ലാ ഇലക്ട്രിക് വണ്ടിയുടെയും ത്രോട്ടിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 25 ഡിഗ്രി, പിന്നെ 90, ഒരു 45 ഡിഗ്രി, പിന്നെ 90, പിന്നെ അങ്ങനെ ഓരോരോ ഒരു 40, അതാണ് റെസ്പോൺസ്. ഇത്ര തിരിച്ച് ഇത്രയും. പക്ഷേ ഇതിൻ്റെ ഓരോ ഡിഗ്രി തിരിക്കുമ്പോഴും നമ്മുടെ ശരിക്കുള്ള നമ്മുടെ പെട്രോൾ വണ്ടി ഓടിക്കില്ലേ അതേപോലത്തെ ഒരു ആക്സിലറേഷൻ നമുക്ക് കിട്ടും കേട്ടോ. ബാക്കിയുള്ള വണ്ടികളെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടി ഞാൻ ഓടിച്ചെല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചാലും അതങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കും. പക്ഷേ ഇത് ഓരോ ചെറിയൊരു ഡിഗ്രി ടേൺ വരെ ഇത് ശരിക്കും നമുക്ക് ഫീല് കിട്ടും. നമുക്ക് ആ ഒരു പെട്രോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ അതുകൂടാണ്ട് എൻജിൻ ബ്രേക്കിംഗ് ഇതുണ്ടോ. ഞാനിപ്പോൾ 9 ഇട്ടാണല്ലോ, ഞാൻ കൈ കൊടുത്തിട്ടുണ്ടല്ലോ, അതെ വിട്ടിട്ടോ.
വേണ്ട, ഞാൻ ബ്രേക്കൊന്നും ചെയ്യാനില്ല, വണ്ടി തന്നെത്താനെ ബ്രേക്ക്. ഫ്രീക്കന്മാർ വണ്ടി തന്നെത്താനെ ബ്രേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. ആ ടെക്ക് വൈസ് ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഒരു രക്ഷയില്ലാത്ത അഡ്വാൻസ്മെൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഫീച്ചർ ലോഡഡ് അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള വേറെ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്ത്യയിൽ. കാര്യം അത്ര അടിപൊളിയാണ് ഇവരുടെ സർവീസിൻ്റെ കാര്യം പറയാൻ പോയാൽ പക്കയാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ പോവാം, നമുക്ക് അവിടെ കാണാം. ഞാൻ എൻ്റെ സർവീസിൻ്റെ വീഡിയോ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇതിൽ, അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ അവരെ നമുക്ക് വിളിച്ച് സംസാരിക്കുക, എങ്ങനെയുണ്ട്, അവരപ്പം തന്നെ എല്ലാം സോൾവ് ചെയ്യാനും എല്ലാത്തിനും അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രിറ്റി മച്ച് ഹാപ്പിയാണ് ഈ ഒരു F77 എടുത്തതിൽ. എന്തുകൊണ്ട് F77 എടുത്തു വെച്ചാൽ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, ഇറങ്ങിയപ്പോൾ മുതൽ എനിക്കിത് വേണം എന്നായിരുന്നു. അങ്ങനെ പോയി ഞാൻ എടുത്തതാണ്. ഒന്നും കൂടെ ബലസ്റ്റിക് ഇട്ടാലോ. ബലസ്റ്റിക് ഉണ്ട്, ഇപ്പോഴും 56% ചാർജാണ്, അപ്പോഴും ബലസ്റ്റിക് ഓണാക്കാൻ പറ്റും. ഓക്കെ, സോ 3, 2, 1 ലെറ്റ്സ് ഗോ. ഇനീഷ്യലൊരു സാധനം കിട്ടുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തെ F77 ശരിക്കും നല്ല അഗ്രസീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇത് ലീനിയർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് F77 ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവർ പറയണ 100 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. 40 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണ പവർ എന്ന് വെച്ചാൽ, ആൻഡ് 100 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണത്. ആൻഡ് സസ്പെൻഷൻ ഞാൻ സ്റ്റോക്ക് സെറ്റിങ്സിൽ നിന്ന് മാറ്റി കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. കാര്യം നമ്മുടെ റോഡിൽ കുണ്ടും കുഴിയാണ്, അപ്പോൾ ഹാർഡാക്കിയിട്ട് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അതിപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സെറ്റിങ്സിലേക്ക് മാറ്റിയിട്ടപ്പോൾ കേട്ടോ. എൻ്റെ ഒരു കംഫർട്ടബിൾ റൈഡിങ് സെറ്റപ്പിൽ ഞാൻ ആക്കി. പക്ഷേ എന്നാലും കുറച്ച് ഹാർഡായിട്ടൊക്കെ ഓടിക്കട്ടോ. അത് അത്ര സോഫ്റ്റ് ഒന്നും ആവില്ല സസ്പെൻഷൻ. ഇത് കുറച്ചും കൂടെ ആ ഒരു സ്പോർട്ടി ലുക്കും മാത്രമല്ല, സ്പോർട്ടി റൈഡിങ് പൊസിഷനും അതേപോലെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇത് കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ അത്ര സ്പോർട്ടി ഒന്നുമല്ല. നമ്മുടെ എന്താ പറയുക, പണ്ടത്തെ CBR-നെക്കാട്ടും കുറച്ചും കൂടെ മുന്നോട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ, പണ്ടത്തെ CBR 250 ഒക്കെ. അപ്പോൾ ഓടിച്ച് നോക്കാം, ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വണ്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇതിൽ ഞാൻ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാര്യം ഭയങ്കര വില ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്രീൻ കാർഡ് ഷോറൂമിൽ നിന്ന് തന്നെ ഇങ്ങനെ 1000 രൂപ 1400 രൂപ അങ്ങനെ എന്തോ, അല്ല 800 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു നമ്മുടെ സ്ക്രീൻ കാർഡിൻ്റെ റേറ്റ് കേട്ടോ. ഇങ്ങനത്തെ കട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെ കുറച്ചും കൂടെ അടി കൈ കിട്ടുമായിരുന്നു, ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറ്റിയ മോഡിഫിക്കേഷൻസ് എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. എൻ്റെ പ്ലാനിൽ ഇത് ഒരു മറ്റേ വിങ്സ് പോലത്തെ ഉള്ളൊരു മിറർ ഉണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചു വെക്കണേ, അതാക്കുക. പിന്നെ ഇവിടെ നമ്മുടെ RCBയുടെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ കയറ്റുക, ടെയിൽ ടൈഡ് ചെയ്യുക റിയറിൽ. ആൻഡ് അത്രയും കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ. പിന്നെ ഒരു ഫുൾ റാപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെ പ്ലാനാട്ടോ, അറിയില്ല. പട്ടി ചാടല്ലേ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ചെറിയൊരു പ്ലാൻ ഈ വണ്ടിയിൽ ചെയ്യാനുള്ളത് കേട്ടോ. ആൻഡ് ബാക്കി പറയാൻ പോയാൽ റിയറിൽ പില്യൻ ഇരിക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സീറ്റ്സ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് പില്യൻ്റെ കംഫർട്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇറ്റ്സ് ആവറേജ്. ഓബിയസ്ലി ഇങ്ങനത്തെ ഒരു സീറ്റ് ഇരിക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കലും കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയില്ല. ബട്ട് ഇരിക്കാൻ അറിയാമെങ്കിൽ യെസ് ഇറ്റ് ഈസ് ഗുഡ്. കുറച്ച് ദൂരമൊക്കെ പോവാം. ഞാനൊരു 10-80 കിലോമീറ്ററൊക്കെ ബാക്കിൽ ഒരാളെ വെച്ച് ഇരുത്തി പോയി. 100 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, സുഖമായിട്ട് പോയി വന്നിട്ട്. ആ കാര്യം ആ ബാക്കിൽ ഇരിക്കുന്ന എൻ്റെ കൂട്ടുകാരനായിരുന്നു. അവന് ബാക്കിൽ ഇരിക്കാൻ അറിയാം. അതായത് റൈഡറിൻ്റെ മേത്തോട്ട് ഒരു പ്രഷറും കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് ഇരിക്കാനറിയാം. ഓടിക്കാൻ പഠിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒരു ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ സാധനം ഒന്ന്. ഇതാണ് അൾട്രാ വയലറ്റിൻ്റെ ആപ്പ് കേട്ടോ. ബ്ലൂടൂത്ത് അലോ ചെയ്താൽ പെട്ടെന്ന് കണക്റ്റ് ആവും. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. കൺട്രോൾസ് ലുക്കിംഗ് ഫോർ F77 ഓൺ ആണല്ലോ. കണക്റ്റഡ് കണ്ട. ഇതിൽ നമുക്ക് റീജൻസ് ട്രിപ്സ് നമുക്ക് സെറ്റാക്കാം. കൺസോൾ റഡാർ തീം വേണം, തീം മാറ്റി. കണ്ടോ പാരലാക്സ്, കുറച്ച് നേരം പാരലാക്സ് എടുക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോകട്ടോ. ഇതാണ് സാധനം. റൈറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്ക്. ടോട്ടൽ എത്ര കിലോമീറ്റർ, ഇത്ര ഇത്. ടോട്ടൽ ഫ്യൂൽ സേവ് 29 ലിറ്റർ ഞാൻ സേവ് ചെയ്തു. ആൻഡ് കണ്ട 37 മിനിറ്റ് മുന്നേ ഇവിടെ ആയിരുന്നു പുളിഞ്ചോട് ജംഗ്ഷൻ
ഓരോ ദിവസത്തെ റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, എവിടെയൊക്കെ പോയെന്നൊക്കെ. ഈശ്വര മൊത്തം കാണുമല്ലോ. വില്ലിംഗ്ടൺ ഐലൻഡ് കണ്ട, അങ്ങനെ ഓരോരോ സ്ഥലം, കരിങ്ങാച്ചിറ, അങ്ങനെ ഓരോരോ സ്ഥലത്ത്. പിന്നെ നവംബർ റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ കണ്ട ഓവറോൾ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ്, 12 നൈറ്റ് റൈഡ്സ്, 4 വീക്ക് ഡേയ്സ്, 7 ഡേ റൈഡ്സ്, കോമ്പാക്ട് മോഡിൽ ഇത്ര ശതമാനം ഓടിച്ചു, ബലസ്റ്റിക് ഗ്ലൈഡിൽ ഓടിച്ചു. പിന്നെ യുവർ റീജിയൻ യൂസേജ് R3 ആണ്, 55 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 27% തിരിച്ച് കയറി, 2 കിലോവാട്ടിൻ്റെ ബാറ്ററി എനർജി റിക്കവർ ചെയ്തു. കണ്ടോ, ഫ്രണ്ട് ബ്രേക്ക് 93%-ഉം 7% റിയർ ബ്രേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. സ്റ്റേറ്റ് ഓഫ് ചാർജും 22 to 90% ആണ് എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. ഒപ്റ്റിമൽ ബാറ്ററി ഹെൽത്തിന്. ഓക്കെ, ടോട്ടൽ എനർജി യൂസ്ഡ് 20 kWh ആണ് ഞാൻ ചാർജ്, അതായത് 20 യൂണിറ്റാണ് ഞാൻ ചാർജ് ചെയ്തേക്കുന്നത്. 1000 കിലോമീറ്റർ ഓടാൻ 120 രൂപ. ഹിൽ ഹോൾഡ് വാഷ് ഹിൽ ഹോൾഡ് ഞാൻ എൻ്റെ ഓഫാണ്. ട്രാക്ഷൻ കൺട്രോൾ T1-ലായിരുന്നു. കണ്ട എവരുടെ അക്കൗണ്ടോ അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ കണ്ട ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ റൈഡ് ആപ്പ്. ആ ആപ്പിൽ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒരു രക്ഷയില്ലാത്ത ആപ്പാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പും കാര്യങ്ങളൊന്നും ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അമ്പടാ കളർഫുള്ളായല്ല, ഇത് ഞാനത് ഇടാറില്ല കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പോൾ അതായിരുന്നു ആപ്പിനെ പറ്റിയുള്ള കാര്യം. ആ തീം ഞാൻ മാറ്റി, വെറൈറ്റി ആയിട്ടുണ്ട്. ബ്രേക്ക് പാഡ്സ് എനിക്ക് തോന്നുന്നു അധികം കിലോമീറ്റർ ഒന്നും ലാസ്റ്റ് ചെയ്യില്ല. ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ 3000-4000 ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീരും. കാര്യം നമ്മൾ കൂടുതലും ബ്രേക്കിങ്ങിലാണ്. കാര്യം ഇത് ഓടിക്കേണ്ട രീതിയുണ്ട്. ഇത് നമ്മൾ ശരിക്കും ഗ്ലൈഡ് ചെയ്ത് പോകണം. ആ മൊമെൻറ്റത്തിൽ നമ്മളിങ്ങനെ പിടിച്ച് പോകണം. അപ്പോഴാണ് നമുക്ക് ടയർ ലൈഫും ബ്രേക്ക് പാഡ് ലൈഫും പിന്നെ ലോങ് റേഞ്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാൻ പോകണം. അതായത് ഇലക്ട്രിക് വണ്ടി ഓടിക്കേണ്ട രീതി ഞാൻ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ 2 വണ്ടികൾ ഇങ്ങനെ ഓടിച്ചടക്കണമുണ്ട്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് എങ്ങനെ എനിക്ക് മാക്സിമം റേഞ്ച് പിടിച്ച് വേണേൽ അങ്ങനെ ഓടിക്കാം, അല്ലെങ്കിൽ പൊളിച്ചോടിക്കാൻ എല്ലാവർക്കും സിമ്പിളാണ്. പക്ഷേ മാക്സിമം റേഞ്ചും ബെറ്റർ, എല്ലാത്തിനും ലൈഫ് ബെറ്റർ കിട്ടുന്ന രീതിയിൽ ഓടിക്കാനൊക്കെ പയ്യെ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം ഇതിൻ്റെ ടയർ ലൈഫ് 10,000, ചെയിൻ ലൈഫ് 20,000, 15,000, 20,000 ഒക്കെ പറയണേ. അതുകൊണ്ട് ബ്രേക്ക് പാഡ് 40,000 ഒക്കെ പറയണേ. അപ്പോൾ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്, എത്ര കിട്ടും, എത്ര ലൈഫ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പയ്യെ അറിയാം. പിന്നെ ഞാൻ ഫുൾ ടൈം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല കോമ്പാക്ട് മോഡിലാണ്. കോമ്പാക്ട് മോഡിൽ എനിക്ക് 120 വരെ പോകുന്നു തോന്നുന്നുണ്ടോ. ത്രോട്ടിൽ ചെയ്യുമ്പോൾ ഫുൾ തിരിച്ചപ്പോൾ ഫുള്ളായി. 120 എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. മറ്റേതിൽ റീജിയൻ കുറച്ചും കൂടെ മേളിൽ കിടക്കണോണ്ട് കാണരുത്. പാട്ടിയിൽ മറ്റേ കുഴി റീജിയൻ 3-ലിടാം. സിറ്റിയിലൊക്കെ ഓടിക്കാൻ നല്ല രസമാണ്. വെയിറ്റ് നമുക്ക് തോന്നത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതിന് 207 കിലോ ഉണ്ടെന്നുള്ള കാര്യം നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ ഓടിച്ചു തുടങ്ങുമ്പോൾ. പക്ഷേ റിവേഴ്സ് ഗിയർ ഉണ്ട്, താങ്ക് ഗോഡ്. അല്ലെങ്കിൽ കുറച്ച് പാടുപെടും എല്ലാവരും ഇതൊന്ന് ബാക്കിലേക്ക്. അത് നല്ല അത്യാവശ്യം കയറ്റമൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ഗിയറിലിട്ട് ആ വണ്ടി കയറി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആരും വലിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അപ്പോൾ റിവേഴ്സ് ഗിയർ നല്ല യൂസ്ഫുള്ളാണ് പല കാര്യത്തിലും, നല്ല അടിപൊളി നമുക്ക് യൂസ് ഉണ്ട് സാധനം. പിന്നെ യെസ്, അത് ഞാൻ സിറ്റിയിൽ ഓടിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് സിറ്റിയിൽ ഇങ്ങോട്ടേക്ക് എടുത്തത് കേട്ടോ വണ്ടി. ബാക്കിലൊരു അടിപൊളി പോളം നിങ്ങൾക്ക് കാണുന്നുണ്ടോ മിററിൽ? കൊള്ളാം, നല്ല രസമുണ്ട് കാണുന്നത്. പൊളിയായിരിക്കും, പറന്ന് വരുമോ? വന്നിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നു എല്ലാവർക്കും. പയ്യെ പോവാം. കൊള്ളാട്ടോ. കാസ്ട്രോൾ എഡ്ജ് ഇതിൽ ഒരഞ്ഞൊരഞ്ഞാ പോണേ. ഫെൻഡറിൽ ടയറൊക്കെ ലോവർ ചെയ്തിട്ടേക്കുവാണോ, എയർ സസ്പെൻഷനാണോ അതോ സ്പ്രിങ്സ് ഇട്ടേക്കുവാണോ എന്ന് മനസ്സിലാവണം കേട്ടോ. കൊള്ളാം. ഓക്കെ, സോ യാ, സിറ്റിയിൽ ഓടിക്കാൻ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നില്ല. ഒന്ന് ഓടിത്തുടങ്ങിയാൽ പിന്നെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എനിക്ക് ആകെ ബുദ്ധിമുട്ട്
ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും സിറ്റിയിൽ ഓടിക്കുമ്പോൾ തോന്നിയിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ലോങ് പോയെന്ന് വെച്ചാൽ യെസ്, ഞാൻ ഇതായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആദ്യം പോയത് തന്നെ നമ്മുടെ ചിമ്മിനി ഡാമാണ്. അത് ഏകദേശം ഒരു 200-220 കിലോമീറ്റർ എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു. ചിമ്മിനി ഡാം പോയി വന്നു ഫുൾ ചാർജിൽ കേട്ടോ. അതും നല്ല പൊളിയായിരുന്നു, അത്യാവശ്യം അടിപൊളിയായിട്ട് ഓടിച്ചു. അതായത് വണ്ടി ഞാൻ ഒന്ന് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. ലൈറ്റ് ഈസ് കൈൻഡ് ഓഫ് ഹെഡ് ലാമ്പ് ഈസ് കൈൻഡ് ഓഫ് ഓക്കെ, അത്ര അടിപൊളി എന്ന് പറയാനില്ല. ഒരു ആവറേജ് ഹെഡ് ലൈറ്റാണ്. പാസൊക്കെ അടിക്കാം. വൈറ്റാണ്, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നമുക്ക് ഓക്സിലറി ലൈറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ട് F77. ഞാൻ പറഞ്ഞു ലുക്കിൽ ഞാൻ വീണതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വണ്ടി ഇവിടെ എത്തിയിട്ടാണ് ഞാൻ അറിയണത് X47 എന്നുള്ള വണ്ടി വന്നിട്ടുണ്ട്. കാര്യം അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ അതൊരു സർപ്രൈസായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഓൾറെഡി വന്ന് പേയ്മെൻറ്റൊക്കെ കൊടുത്ത് വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് X47 കാര്യം അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിലേക്ക് മാറിയാൻ. അതിൻ്റെ ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കുറച്ചും കൂടെ നമുക്ക് ലോങ് പോകാനൊക്കെ കുറച്ചും കൂടെ ബെറ്ററാണ്. കാര്യം അതിൽ ആ ഒരു ഇൻബിൽഡ് ചാർജർ ഓപ്ഷൻ ഉണ്ട്. അത് ആ ഒരു വയർ കഷ്ണം മാത്രം, കേബിൾ മാത്രം നമ്മൾ കൈ പിടിച്ചാൽ മതി, നമുക്ക് എവിടെ വേണമെങ്കിൽ വണ്ടി കൊണ്ട് ചാർജ് ചെയ്യാം. അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ റൈഡിങ് പൊസിഷൻ ഓബ്വിയസ്ലി നമുക്ക് അപ്രൈറ്റ് ആയിട്ടിരിക്കാം. പക്ഷേ അത് വെയിറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് എല്ലാം സെയിം. കുറച്ചും കൂടെ ട്രാവൽ കൂടുതലാണ് അതിന് സസ്പെൻഷൻ സെറ്റപ്പ് കേട്ടോ. പക്ഷേ അത് ഒരു ഓപ്ഷൻ ആയേനെ ഞാൻ ഇതെടുക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇതിലാണ് ഞാൻ വീണത് കേട്ടോ. ഇതിലാണ് ഞാൻ വീണത്. നമ്മുടെ പോള മോനെ പോലീസൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് മാറിയാനേട്ടോ ചിലപ്പോൾ. പിന്നെ ഇതിൽ നമുക്ക് വേണേൽ ആ X47 അല്ലാണ്ട് ഇതിൻ്റെ തന്നെ സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ട്. അതിൻ്റെ കിറ്റ് ഇതിലേക്ക് കയറ്റാൻ പറ്റും. സിമ്പിളാണ്. ഇതിപ്പോൾ F77 ഉള്ളവർ ഇങ്ങനെ കിടന്നോടിച്ച് മടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണേൽ സൂപ്പർ സ്ട്രീറ്റിൻ്റെ കിറ്റ് എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എല്ലാം സെയിമാണ്. ആ സാധനം വാങ്ങിയിട്ട് ചുമ്മാ ഇതിലേക്ക് അങ്ങ് സെറ്റ് ചെയ്താൽ പരിപാടി അങ്ങ് തീരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊരായും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ എനിക്ക് വണ്ടീനെ പറ്റി പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഭാവിയിൽ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അതെന്തായാലും വീഡിയോ ആയിട്ട് എന്തായാലും വരും. ബട്ട് എന്തായാലും ഞാൻ ഒരു ഹെഡ്സപ്പ് വന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം. ആൻഡ് റേഞ്ച് ടെസ്റ്റ് ഷുവർ ഓഫ് കോഴ്സ് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. ഉടനെ നമുക്ക് റേഞ്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെയും ചെയ്യണം. സിമ്പിൾ വണ്ണിൻ്റെ ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെയും എനിക്ക് റേഞ്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിട്ടാ. അപ്പോൾ അതെന്തായാലും ഉടനെ നമുക്ക് ചെയ്യാം. ഇലക്ട്രിക് വണ്ടി എപ്പോൾ എടുത്താലും ഡെയിലി യൂസ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണം. കാരണം എൻ്റെ ഇപ്പോൾ സ്കൂട്ടറിലാണ് ഞാൻ എൻ്റെ മേളിലാണ്. പക്ഷേ ഞാൻ ഇത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്താലേ നമുക്കത് മുതലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുകയാണെങ്കിലാണ് പിന്നെയും നമുക്ക് കൂടുതൽ മുതലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ സൂപ്പർനോവ ചാർജർ ഫ്രീ ആണ്. ഫാസ്റ്റ് ചാർജർ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അവരുടെ ഓപ്ഷനിലുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കുറച്ച് കാലത്തേക്കൊക്കെ ഉണ്ടാവും തോന്നുന്നു, സൂപ്പർനോവ ചാർജറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള യുവിയുടെ ഷോറൂമുകൾ കുറേ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. X47 ഉണ്ട്, F77 ഉണ്ട്, സൂപ്പർ സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ടെസ്റാക്ട് അടുത്ത വർഷമേ വരുള്ളൂ. നമ്മുടെ ടെസ്റാക്റ്റും പിന്നെ മറ്റേ ആ ഓഫ് റോഡ് വണ്ടിയുടെ പേര് ഞാൻ പറഞ്ഞു, ഓഫ് റോഡ് വേരിയൻറ്റും അതും അടുത്ത വർഷമേ വരുള്ളൂ. ടെസ്റാക്ട് വന്നിട്ടായിരിക്കും അത് വരാൻ പോണേ. അത് അവർ കാണിച്ച പോലത്തെ ഒരു വണ്ടി ആയിരിക്കില്ല വരാൻ പോണേ എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാര്യങ്ങളും കുറച്ചുകൂടെ റോഡ് ഓറിയൻറ്റഡ് വണ്ടിയായിരിക്കും. അതൊരു ഓഫ് റോഡ് രീതിയിലായിരുന്നു ആ വണ്ടി. പക്ഷേ നമുക്ക് ഇറങ്ങാൻ പോണ ഒരു റോഡ് ബയാസ്ഡ് വണ്ടിയായിരിക്കും. കൂടുതൽ റോഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു അഡ്വഞ്ചർ വണ്ടി എന്നുള്ള രീതിയിലുള്ള വണ്ടിയായിരിക്കും എന്ന് പറയപ്പെടുന്നു. അറിയില്ല, വരുമ്പോൾ നമുക്ക് കാണാം. സുജേസ് അതൊക്കെ തന്നെ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ്റെ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഇവിടെ ബൈ പറഞ്ഞ് കൈ കൊടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എന്നാലും ചിരിച്ചോണ്ട് പണി തന്നെ ആൾക്കാരെ കണ്ടില്ല. അതാണ് ഇപ്പോൾ കണ്ടത്. പുള്ളി ചിരിച്ചോണ്ടാണ് അങ്ങോട്ട് റോട്ടിലേക്ക് ഇറക്കണ വണ്ടി. എന്താ മൂഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.
ഞാൻ ഗോപ്രോ റെക്കോർഡിംഗ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പോയതാ. നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ട്? അത് മിക്കവാറും സ്പീഡ് ലിമിറ്റ് ഒടിഞ്ഞ് വീഴും. ഓക്കെ, സോ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ചിരിക്കാനും പറ്റൂല, കരയാനും പറ്റൂല. വല്ലാത്തൊരവസ്ഥയാണ്.